ബിഗ് ബോസിനകത്ത് ഓരോരുത്തർക്കും വെള്ളം കുടിക്കാൻ ഓരോ വാട്ടർ ബോട്ടിൽസ് എപ്പോഴും എല്ലാ സീസണിലും കൊടുക്കാറുണ്ട്. ജാസ്മിൻ അങ്ങനെ ഒരു വാട്ടർ ബോട്ടിൽ ഇല്ലെന്ന് തോന്നുന്നു. ഗബ്രിയുടെ വാട്ടർ ബോട്ടിൽ അന്വേഷിച്ച് നടക്കുന്ന ഒരു അൺകട്ട് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഈ ജാസ്മിൻ ഇത് എന്തിന്റെ കേടാണെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. പുറത്തായവര് പുറത്തിറങ്ങി സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. ജാസ്മിൻ ആണെങ്കിൽ 2 മണിക്ക് എണീറ്റ് സ്റ്റോർ റൂമിൽ പോയിരുന്ന് മോങ്ങുന്നു, വാട്ടർ ബോട്ടിൽ അന്വേഷിച്ച് നടക്കുന്നു, ഫോട്ടോ നോക്കിയിരുന്ന് കരയുന്നു, ഫോട്ടോ നോക്കിയിരുന്ന് പിച്ചും പേയും പറയുന്നു, അടിച്ചു മാറ്റിയാൽ അതിന്റെ പേരിലും കരയുന്നു. ഗബ്രി പുറത്തായതോടെ ജാസ്മിന്റെ പ്രേക്ഷക പിന്തുണ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനിയും ഗെയിമിലേക്ക് ഇറങ്ങി കളിച്ചാല് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഗെയിമർ തന്നെയാണ് ജാസ്മിൻ, അതിൽ ഒരു സംശയവുമില്ല. അവിടെ ഗബ്രി എന്ന ബാഗേജിനെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് തന്നെയാണ് ജാസ്മിന്റെ ഏറ്റവും വലിയ പരാജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അന്ന് ഡബിൾ എവിക്ഷൻ വെച്ച് ഈ 2 എണ്ണവും പുറത്തായിരുന്നെങ്കിൽ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ജാസ്മിൻ ഈ സെന്റിയേഡ് കണ്ട് അത്രയ്ക്ക് വെറുപ്പിക്കലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അമ്മാതിരി വെറുപ്പിക്കലാണ്. ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നുള്ളേ ഉള്ളൂ. ജാസ്മിൻ സ്വന്തം വാപ്പയുടെ ന്യൂസ് കേട്ടിട്ട് ഒരു ഇത്ര ഇരുന്ന് കരയുന്നു ഞാൻ ലൈവിൽ കണ്ടിട്ടില്ല. അതൊക്കെ ഡീൽ ചെയ്യാൻ ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി എന്തിനാണ് പാർട്ട്ണറോ ബോയ് ഫ്രണ്ടോ ഒന്നും അല്ലാത്ത ഒരാളെ കുറിച്ച് ഓർത്തിരുന്ന് കരയുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇതൊരു സ്ക്രീൻ സ്പേസ് നാടകമായിരിക്കാനാണെന്നാണ് എന്റെ ഒരു അവലോകനം. പ്രേക്ഷകരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നതാണ് ഇതൊക്കെ. അങ്ങനെ ഞാൻ ഇതിനെ നോക്കി കാണുന്നുള്ളൂ. പിന്നെ ഗബ്രിയുടെ വാട്ടർ ബോട്ടിൽ അന്വേഷണം നടക്കുന്ന ആ ഒരു വിഷയത്തില് ഋഷിയുടെ അൻസിബയുടെ ഒക്കെ റിയാക്ഷൻസ് ആണ് ഏറ്റവും വലിയ രസം. ഋഷി ആയിരുന്നല്ലോ ക്യാപ്റ്റൻ. അപ്പൊ ഋഷിയാണത് കൊണ്ടുപോയി സ്റ്റോർ റൂമിൽ വെച്ചത് ബിഗ് ബോസ് പറഞ്ഞത് പ്രകാരം. ഞാൻ ബിഗ് ബോസിനോട് പറയാം സ്റ്റോർ റൂമിൽ നിന്ന് തന്നെ ഗബ്രിയുടെ കുപ്പി വെക്കാൻ. അപ്പൊ ജാസ്മിൻ എന്നോട് പറയുകയാണ്, എനിക്ക് സ്വന്തമായിട്ടൊരു കുപ്പി ഇല്ല, നിനക്ക് എന്റെ അവസ്ഥ വരാതിരിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു എന്ന് ഋഷി പറയുന്നുണ്ട് അൻസിബയുടെ അടുത്ത്. അപ്പം അൻസിബ പറയുന്നു, നമ്മുടെ അവസ്ഥ അവരുടേതുപോലെ അല്ല. ഒരു ദിവസം കൊണ്ടോ അല്ലെ 2 ദിവസം കൊണ്ടോ ബിൽഡായ ബന്ധമല്ല നമ്മുടെ. 1.5 മാസം കട്ടിലിരുന്നുണ്ടായ ബന്ധമാണ് എന്ന് പറയുന്നത്. കട്ടിൽ റാണിയും പിന്നെ ഋഷിയും ആ ഒരു ബന്ധമാണെന്ന് പറയുന്നത്. എന്റെ അൻസിബ കീ കൊടുത്ത് ഋഷി ഇങ്ങനെ അനങ്ങുന്ന പോലൊരു കാര്യം ഒരു തമാശയായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ആ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. ജാസ്മിനെയും ഗബ്രിയും പോലെ അത്രയ്ക്ക് ഒബ്സസ്ഡ് ആയിട്ടിരിക്കുന്ന 2 പേരൊന്നും അല്ല ഇവര് ഒബ്സസ്ഡ് ആവത്തുമില്ല. 2 പേർക്ക് ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത്. പിന്നെ അൻസിബ ഋഷിക്ക് കീ കൊടുത്ത് ചലിപ്പിക്കുന്നുണ്ട്. അത് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസിയിലടക്കം നമ്മൾ കണ്ടൊരു കാര്യമാണ്. ആ രീതിയിൽ അൻസിബ ഋഷി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് ഒരിക്കലും ജബ്രി കോംബോ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇവരുടെ ഡൈനാമിക് വേറെ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടേതുപോലത്തെ ഒരു സംഭവമൊന്നും അല്ല. അപ്പൊ അതായിരുന്നു പറയാനുണ്ടായിരുന്നത്. ഇന്നിപ്പോ ഡ്രൈ ഡേ ആണ്. ലൈവിനകത്ത് എല്ലാവരും ഉറക്കത്തിലാണ്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരുന്നത് വരെയും ബൈ.